ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഈദ് കളക്ഷൻസായിട്ട് നമ്മൾ നല്ല അടിപൊളി മോഡലുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വെറൈറ്റി മോഡലാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ അൽഫൈനിൽ അതുപോലെ തന്നെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കോട്ടൺ നൈറ്റ് ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നെക്കിന് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലേസ് വർക്ക് തന്നെ അടി വരെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിനും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാട്ടോ. നമ്മളെപ്പോഴും പ്രിൻറ്റഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. മെറ്റീരിയലൊക്കെ എപ്പോഴും നല്ല മെറ്റീരിയൽ നോക്കി പർച്ചേസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. സൈസ് വന്നിട്ട് 54, 55, 56, ഒരു 57 സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസ് ആണ്. 48ഉം അതിൽ കുറഞ്ഞതും ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ. നൈറ്റിയിൽ നമ്മൾ പല നെക്കും ചെയ്യാറുണ്ട്. എംബ്രോയിഡറി നെക്ക് ചെയ്യാറുണ്ട്, അതുപോലെ നമ്മൾ കോളർ നെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ പല നെക്കും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു നെക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യണം. നമ്മൾ കുർത്തിയിലൊക്കെ ശരിക്കും നെക്കിനും അതുപോലെ തന്നെ സ്ലീവിനും അതുപോലെ കുർത്തിയുടെ അടിവശത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഒരു ലേസ് വരുന്നത്. ആ ഒരു ലേസ് കുറച്ചുകൂടി നല്ലൊരു വീതിയുള്ള ലേസ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു മോഡൽ. പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല മോഡൽ ഡ്രസ്സുകളും നല്ല ചുരിദാറും നല്ല സാരി നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യും. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നൈറ്റി അങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെയല്ല, ഇനി മുതൽ നമുക്ക് നല്ല മോഡൽ നൈറ്റി തന്നെ ഉപയോഗിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റും കേട്ടോ. ഇതിൽ കളേഴ്സ് വന്നിട്ട് ലൈറ്റും ഡാർക്കും അങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത്. 10 കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നേവി ബ്ലൂ ഞങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ. നിങ്ങളിലുള്ള കളറും നിങ്ങളിൽ ഇല്ലാത്ത കളേഴ്സും എല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. പക്ഷേ നമുക്കിതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഹോൾസെയിൽ പോലും കയറ്റാതെ വെച്ചൊരു മോഡലാണ് കേട്ടോ. 15 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 5ാമത്തെ വർഷത്തിലേക്ക് എടുക്കാം കേട്ടോ. നമ്മളെ ഷോപ്പ് സീസൺ ആയത് കാരണം അതിനോടനുബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് വരാൻ പറ്റും, 15 വർഷമായിട്ട് എൻ്റെ കൂടെ കട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അന്ന് മുതൽ വാങ്ങിക്കുന്ന ഇന്ന് വരെ നമ്മളേന്ന് മാത്രം നൈറ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊരു കാര്യം പറയാൻ പറ്റും, നല്ല മെറ്റീരിയൽ വെച്ചിട്ട് നല്ല മോഡൽ നോക്കിയിട്ട് നല്ല മെറ്റീരിയൽ അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെ എനിക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. എപ്പോഴും അതിന് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി മോഡലുകൾ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ പീസും ഞാനിങ്ങനെ നിവർത്തി കാണിക്കുന്നുണ്ട്. 10 കളേഴ്സ് ഉണ്ട്. നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല കേട്ടോ. കാരണം നല്ല അടിപൊളി പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടില്ല കേട്ടോ. മെറ്റീരിയൽ യാതൊരു വിധ രക്ഷയില്ല. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഷോൾ നെറ്റിയും അതുപോലെ മോഡൽ നെറ്റിയും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ഒരേ മെറ്റീരിയൽ വെച്ചാണ് എടുക്കാറുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ നല്ല റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ആ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചാൽ പിന്നീട് ഒരിക്കലും ആ ഒരു കസ്റ്റമർ എനിക്ക് തിരിച്ചു വരില്ല. അപ്പോൾ ഞാനെപ്പോഴും മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോട്ടൺ ആണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പർച്ചേസ് ചെയ്യണവർ എന്നോട് തന്നെ പറയാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് പറ്റില്ല എന്ന് പറയും കേട്ടോ. റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് പറയാറില്ല. ഞാനൊന്നും വെറുതെ പറയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ലൈഫ് ഇതിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചതുപോലെ. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ബിസിനസ് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ പരിശ്രമിക്കണോ അത്രത്തോളം നമുക്ക് വിജയം ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കുട്ടി പറഞ്ഞിരുന്നു അവർക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ തുടങ്ങാൻ വളരെ ആഗ്രഹമുണ്ട്. അതുപോലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. നമ്മളിൽ ഷെയർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഷെയർ കൂടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമുക്കിപ്പോൾ ഷെയറും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതുവരെ നമ്മൾ തനിയെ തുടങ്ങിയത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആഗ്രഹിക്കുന്നില്ല, എന്താ തെറ്റ്? നമ്മൾ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാലേ നമുക്കൊരു കുന്നിക്കുരുവോളെങ്കിലും നേടാൻ പറ്റുള്ളൂ എന്നാണല്ലോ പണ്ടുള്ളവർ പറയുക. അപ്പോൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടൈം നമുക്ക് എല്ലാവർക്കും എത്ര ടൈമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം നമുക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ വെറുതെ സംസാരിച്ചും വെറുതെ അലസമായിട്ടും ജീവിതം നയിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് സമയമില്ലാതിരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഫുൾ ടൈം അതിലേട്ട് തന്നെ നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധ്വാനിച്ചാൽ എന്തായാലും രക്ഷപ്പെടാണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ പലരും എന്നോട് ഇങ്ങനെ പറയും അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇത് ഇത്രയും സമയമല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? നമ്മൾ ഈ ഒരു ലോകത്ത് എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട്, എന്തെല്ലാം ഉണ്ട്. പണ്ടൊന്നും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ പറയാം, ഞാനൊരു വാട്സപ്പോ അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ ഒരു ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ലാത്തൊരു യൂട്യൂബോ ഒന്നുമില്ലാത്ത സമയത്താണ് ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചും ബന്ധങ്ങളൊന്നും ഇല്ലാത്ത എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഈസി ആയിട്ട് പറ്റും കേട്ടോ. കാരണം ശ്രമിച്ചാൽ മാത്രമേ ഇത് എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളെ ടൈമും കാര്യങ്ങളൊക്കെ അതിലോട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് മറ്റുള്ളവർ നോക്കും അല്ലെങ്കിൽ മറ്റോ നോക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളത് ശ്രദ്ധിക്കാണ്ടിരിക്കരുത്. കാരണം നമ്മളൊരു ശ്രദ്ധ, നമ്മളാണ് കാശ് ഇറക്കണത് എന്നുള്ള ചിന്തയിൽ നമ്മളൊരു ശ്രദ്ധ എപ്പോഴും അവിടേക്ക് ഉണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും വിജയിക്കും കേട്ടോ. അപ്പോൾ പരിശ്രമിക്കുക. സംസാരത്തിനിടയിൽ വിട്ടുപോയിട്ടോ. നല്ല അടിപൊളി ഷോൾ നൈറ്റി ആയിരുന്നു കാണിച്ചിരുന്നത്. അതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. 54, 56, 57 സൈസ് നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്.
48 ചെസ്റ്റുകൾ വരുന്നത്. പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത്. കാരണം ഇതിന് സ്ലീവൊക്കെ വന്നിട്ട് അത്രയും സ്ലീവ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് ഇതും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് ചെറിയൊരു മാറ്റുള്ള ഒരു പ്രിൻറ്റ് വെച്ചിട്ട് 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പീസ് പോലും ബാക്കിയില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റോക്ക് ഔട്ടായിപ്പോയി. ഇപ്പോഴും നമുക്കതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇഷ്ടങ്ങൾ പല രീതിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ ഒരു മെറ്റീരിയൽ ചെയ്തപ്പോൾ എനിക്കത്ര വലിയ ഇഷ്ടമായൊന്നുമില്ല കേട്ടോ. പക്ഷേ അതിന് നല്ല എൻക്വയറി ആയിരുന്നു, നല്ല മൂവിങ്ങും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടങ്ങൾ പലവിധമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് എങ്ങനെയാണ്, അത്യാവശ്യം വീതിയും വലിപ്പമൊക്കെ ഉള്ള നല്ല വലിയ ഷോളാട്ടോ വന്നിട്ട്. നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോളാണ് വന്നിട്ട്. ഷോളിൻ്റെ പ്രിൻറ്റും നല്ല ഭംഗിയുണ്ടോ കാണാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.